Hi all, welcome to our new video. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക്കൽ പവർ എന്താ, ഇലക്ട്രിക്കൽ എനർജി എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇത് കാണുന്നതിന് മുമ്പ് ഇതിനു മുന്നുള്ള വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണാം. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇലക്ട്രിക്കൽ പവർ എനർജിയാണ്. നമ്മൾ ആദ്യമായിട്ട് കവർ ചെയ്യുന്നത് ഇലക്ട്രിക് പവർ എന്താണെന്നുള്ളതാണ്. സപ്പോസ് എനിക്കൊരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ടുള്ള ഒരു ഇതിനാണ് ഞാൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ്ടാവും, ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. ഈ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ ആ ഒപ്പോസിഷനെ മറികടന്നിട്ട് ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യിക്കാനായിട്ട് എൻ്റെ സർക്യൂട്ട് എന്ത് ചെയ്യണം, ഒരു വർക്ക് ചെയ്യണം അല്ലേ. വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു ഹില്ലുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഞാനൊരു പുള്ളി വെച്ചിട്ടുണ്ട്. ഈ പുള്ളിയിൽ എനിക്ക് ഒരു എം മാസുള്ള ഒരു ബ്ലോക്ക് ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എം ഇങ്ങനെ ഹാങ് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് ഗ്രാവിറ്റേഷണൽ പുൾ ഉണ്ടാവില്ലേ. ഇതേ സമയം ഞാനൊരു എഫ് ഫോഴ്സ് കൊണ്ട് ഇതിനെ മേളിലോട്ട് വലിക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് വർക്ക് വേണ്ടി വരില്ലേ. ഞാൻ ഇനി വേറൊരു സിനാറിയോ നോക്കുക. എനിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയ ഒരു ക്ലിഫുണ്ട്. ഇവിടെ എനിക്കൊരു പുള്ളിയുണ്ട്. ഓക്കെ, സെയിം ഫോഴ്സ് എം മാസുള്ള ഒബ്ജക്റ്റ്, ഇവിടെ സെയിം ഗ്രാവിറ്റേഷണൽ പുൾ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് ഡിഫറൻസ് കാരണം എനിക്ക് ഫസ്റ്റ് സിനാറിയോയിൽ ചെയ്യേണ്ടിയിരുന്ന ഈ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ സെക്കൻഡ് സിനാറിയോയിൽ ചെയ്യേണ്ട വർക്കിനേക്കാളും കുറവായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ എനിക്ക് ഹൈറ്റ് കുറവാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഹൈറ്റ് മാത്രം ഇതിനെ പുള്ള് ചെയ്താൽ മതി. എന്നാൽ എനിക്കിവിടെ ഹൈറ്റ് കൂടുതലാണ്, ഞാൻ ചെയ്യേണ്ടിയുള്ള വർക്ക് കൂടുതലായിരിക്കും. ഇതേപോലെ നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് പറഞ്ഞില്ലേ. അപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ എൻ്റെ ഈ റെസിസ്റ്റൻസ് കൂടിയെന്ന് വയ്ക്കാം. ഈ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്താവും, റെസിസ്റ്റൻസ് കൂടുമ്പോൾ എൻ്റെ ഒപ്പോസ് ചെയ്യുന്ന ആ ഫോഴ്സ് കൂടിയില്ലേ, ഫോഴ്സ് കൂടിയില്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യിക്കാൻ, ഇലക്ട്രോണിൻ്റെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മോർ വർക്ക് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ. അപ്പോൾ പവറിന് നമ്മൾ എന്തായിരുന്നു, പവർ ഇസ് ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞു അല്ലേ. പവർ ഈസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് വർക്ക്, ഹൗ മച്ച് വർക്ക് ക്യാൻ ബി ഡൺ ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് ടൈം. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, പവർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ പവർ എന്താണെന്നുള്ള ക്ലിയർ ആയില്ലേ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കറണ്ടിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, കറണ്ട് ഐ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ദ ചാർജ് ഫ്ലോയിങ് പെർ ടൈം ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിന്ന് ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി എന്നുള്ള ഇക്വേഷന് എനിക്ക് ഇതിനെ എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി എന്ന ഇതിൽ കൂടെ. അപ്പോൾ ഇതിനെ ഞാനൊരു ഫസ്റ്റ് ഇക്വേഷനായിട്ട് കണക്കാക്കുകയാണ്. പിന്നെ നമ്മൾ വോൾട്ടേജ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോൾട്ടേജ് ഈസ് ദ വർക്ക് ഡൺ ബൈ യൂണിറ്റ് ചാർജ്, ഡബ്ല്യു ഡിവൈഡഡ് ബൈ യൂണിറ്റ് ചാർജ് ക്യൂ. ഇതാണ് എന്ത് പറഞ്ഞു, വോൾട്ടേജ് എന്ന് പറഞ്ഞത്. ഇത് വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു നേരത്തെയുള്ള വീഡിയോസ് കാണാം, അപ്പോൾ ഇത് ക്ലിയർ ആയിക്കോളും. ഈ ഇക്വേഷനിൽ നിന്നും എനിക്ക് ഡബ്ല്യു എന്നുള്ളതിനെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, ഡബ്ല്യു ഇസ് ഈക്വൽ, ഇതിനൊന്ന് റീഅറേഞ്ച് കഴിഞ്ഞാൽ ഈ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി എന്ന ഇതിൽ കൂടെ ഇതിനെ ഞാൻ സെക്കൻഡ് ഇക്വേഷനായിട്ടും കണക്കാക്കുകയാണ്. നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ. ഞാൻ ഡബ്ല്യുവിന് ഇനി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി എന്നുള്ളതിന് ആ ക്യൂവിന് പകരം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഐ ഇൻറ്റു ടി, ബാക്കിയുള്ള എന്താ, ഈ ഒരു വി ഉണ്ടല്ലേ, അപ്പോൾ ഇൻറ്റു വി. നമ്മൾ പവർ എന്താണെന്ന് പറഞ്ഞിരുന്നു, പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ഇതേപോലെ നമ്മൾ ഇതിൽ റീപ്ലേസ് ചെയ്യുകയാൽ നമുക്ക് പവർ എന്ത് കിട്ടും, പവർ പി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. പി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഐ ഇൻറ്റു ടി ഇൻറ്റു വി ആണല്ലേ, ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ ടി ക്യാൻസലായി പോയില്ലേ. അപ്പോൾ നമുക്ക് പവറിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, പി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഐ അല്ലെങ്കിൽ വി ഇൻറ്റു ഐ. പവർ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഇനി ആസ് പെർ ഓംസ് ലോ നമുക്കറിയാം എന്താണ്, വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ്, അല്ലെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. ഓക്കെ, ആസ് പെർ ഓംസ് ലോ. അപ്പോൾ ഇതേ സാധനം ഞാൻ ഈ പി ഈക്വൽ ടു വി ഐ എന്നുള്ളതിൽ ഞാൻ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പി ഈസ് ഈക്വൽ ടു വി എന്നുള്ളതിന് പകരം ഞാൻ ഐ ആർ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഐ ഇൻറ്റു ആർ ഇൻറ്റു ഐ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ.
ഇനി നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഐനെ വി ബൈ ആർ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ വി ഇൻറ്റു എന്ത് വരും, വി ബൈ ആർ വന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഇംപ്ലൈസ് പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഇങ്ങനെ നമുക്ക് 3 ഇക്വേഷൻ പവറിന് കിട്ടും. ഇതിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് അത് വെച്ചിട്ട് ഡി സി സർക്യൂട്ട്സിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നല്ലേ. അപ്പോൾ പവർ എന്ന് പറയുന്നതാണ് വോൾട്ടേജിൻ്റെ ഒരു ഫംഗ്ഷനാണ്, കറണ്ടിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ സപ്പോസ് എനിക്കൊരു ഓപ്പൺ സർക്യൂട്ടാണെന്ന് വയ്ക്കാം. ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ എന്താണ്, എൻ്റെ കറണ്ട് 0 ആയിരിക്കൂലേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പവർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, വി ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വാട്ട് എവർ ബി ദ വോൾട്ടേജ്, എത്ര വലിയ വോൾട്ടേജോ ആയിക്കോട്ടെ, എൻ്റെ കറണ്ട് 0 ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പവർ 0 ആയിരിക്കും. ഓക്കെ, ഇനി സപ്പോസ് ഷോർട്ട് സർക്യൂട്ടാണെന്ന് വയ്ക്കുക. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ എന്താ, എൻ്റെ വോൾട്ടേജ് 0 ആയിരിക്കും. അവിടെ എത്ര വലിയ കറണ്ട് ആയാലും ശരി എൻ്റെ പവർ എന്താവും, 0. എത്ര വലിയ കറണ്ട് കാരണം ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വളരെ ഹൈ ആയിരിക്കും. പക്ഷേ എത്ര വലിയ ഹൈ കറണ്ട് ആണെങ്കിൽ കൂടെ വോൾട്ടേജ് അവിടുത്തെ 0 ആയതുകൊണ്ട് അതിൻ്റെ പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ യൂണിറ്റ് ഓഫ് പവർ, ഇത്ര നേരം നമ്മൾ പവറൊക്കെ പറഞ്ഞു. യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് പവർ എന്തായിരുന്നു, പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈമാണ്. അപ്പോൾ വർക്കിന് നമ്മൾ ജൂൾസ് വെച്ചിട്ടാണ് വർക്ക് പറയുക. പെർ ടൈം എന്നുള്ള ജൂൾസ് പെർ സെക്കൻഡ്. അല്ലെങ്കിൽ പിന്നെ വേറൊരു യൂണിറ്റ് ഉള്ളത് വാട്ട് എന്നുള്ളതാണ്. സ്കോട്ടിഷ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ജെയിംസ് വാട്ടിൻ്റെ ഓർമ്മ സൂചകമായിട്ടാണ് നമ്മൾ വാട്ട് എന്നുള്ളൊരു പവറിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ, 1 വോൾട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സർക്യൂട്ടിൽ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ സർക്യൂട്ട് 1 വാട്ട് പവർ ചെയ്തു, അല്ലെങ്കിൽ 1 വാട്ടാണ് അതിൻ്റെ പവർ എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഉണ്ട്. അതായത് കിലോ വാട്ട് ഉണ്ട്. കിലോ വാട്ട് എന്ന് പറയുമ്പോൾ കിലോ വാട്ട് ഈസ് 1000 വാട്ട്സ്. ഓക്കെ, പിന്നെ നമുക്ക് മെഗാവാട്ട് ഉണ്ട്. മെഗാവാട്ട് ആകുമ്പോൾ 10⁶ വാട്ട്സ് ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചിട്ട് നമുക്ക് ഈ വാട്ട്സ് പറയുന്നതിന് പകരം നമുക്കിങ്ങനെ കിലോ വാട്ട്, മെഗാവാട്ട് എന്നുള്ള രീതിയിലുണ്ട്. പിന്നെ വേറൊരു ടേമും കൂടെ ഉണ്ട്. വേറൊരു ഈ പവറിനെ തന്നെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹോഴ്സ് പവർ എന്ന് പറയും. 1 HP 2 HP മോട്ടോർ എന്നൊക്കെ പറയാറുണ്ട്. 1 HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 745.7 വാട്ട്സ് ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഇത് ഒരു DC ഫാൻ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 48 വോൾട്ട് DC ആണ്. കറണ്ട് എന്ന് പറയുന്നത് 0.2 ആംസ് ആണ് അല്ലേ. ഫാൻ റൺ ചെയ്യുമ്പോൾ അത് കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും 48 × 0.2 വിച്ച് ഈസ് ഈക്വൽ ടു 9.6 വാട്ട്സ്. ഓക്കെ, അപ്പോൾ ഈ ഫാന് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 9.6 വാട്ട്സ് പവർ കൺസ്യൂം ചെയ്യുന്നതാണ് അർത്ഥം. പവർ നമ്മൾ എന്താ പറഞ്ഞത്, വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈമാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു ടേം ഉണ്ട്, അതായത് ഇലക്ട്രിക്കൽ എനർജി. എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ സർക്യൂട്ട്. ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ സർക്യൂട്ട്, ഒരു സർക്യൂട്ട് ചെയ്ത ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ എനർജി എന്ന് പറയുക. അപ്പോൾ ടോട്ടൽ വർക്ക് നമ്മൾ എങ്ങനെ കാണും, പവർ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, വർക്ക് ബൈ ടൈം എന്ന് പറഞ്ഞു അല്ലേ. ടോട്ടൽ വർക്ക് ആണെങ്കിൽ ഈ W എമൗണ്ട് ഓഫ് വർക്ക് എനിക്ക് ഫോർ എ ടൈം T ചെയ്തല്ലേ എനർജി എന്ന് പറയുന്നതിനെ പവർ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞൂടെ. അതായത് ഈ പറഞ്ഞ ടോട്ടൽ പവർ ഫോർ ദിസ് T ടൈം, ടോട്ടൽ വർക്കിനെയാണ് ഈ W എന്നുള്ള ഈ ടോട്ടൽ വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, എനർജി എന്ന് പറയുക. അതിന് നമുക്ക് എങ്ങനെ ഇതാക്കാം, ഈസ് ഈക്വൽ ടു P × T. Pന് നമ്മൾ 3 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു V × I ആയിരുന്നു അല്ലേ. നമുക്ക് ഇവിടെ അത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് എന്നിട്ടും V × I × T എനർജിക്കുള്ള ഒരു ഇക്വേഷനായി. ഇതേപോലെ തന്നെ നമ്മൾ Pൻ്റെ മറ്റ് ഇക്വേഷൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. നമുക്ക് എന്തൊക്കെ ഇക്വേഷൻസ് വരും, ഈസ് ഈക്വൽ ടു I²R × T എന്ന് വന്നു. നമ്മൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ ആയിട്ട് H ഈസ് ഈക്വൽ ടു I²RT എന്ന ഇക്വേഷൻ പഠിക്കും. അത് ആക്ച്വലി അവിടുത്തെ ടോട്ടൽ എനർജി, ആ എനർജിയുടെ ഇക്വേഷൻ ഫോം ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു, P ഈസ് ഈക്വൽ ടു V²/R എന്നുള്ളത്. അപ്പോൾ E ഈസ് ഈക്വൽ ടു എന്ത് വരും, V²/R × T എന്നുള്ളത്.
ഇതേപോലെ തന്നെ ഏതൊക്കെ പാരാമീറ്റേഴ്സ് അവൈലബിൾ ആണോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡി സി സർക്യൂട്ട്സിൻ്റെ എനർജി ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ഡണ്ണ് നമ്മൾ പറഞ്ഞു ജൂളാണ് നമ്മുടെ യൂണിറ്റ് അല്ലേ. അപ്പോൾ ഇത് ടോട്ടൽ വർക്ക് എനർജി നമുക്ക് ജൂൾസിൽ റെപ്രസെൻ്റ് ചെയ്യാം. അല്ല ഇനിയിപ്പോൾ പവർ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പി ഇൻറ്റു ടി എന്നുള്ളതിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജിയുടെ യൂണിറ്റ് എന്തായിരിക്കും? എനർജിയുടെ യൂണിറ്റ് ഒന്ന് നമ്മൾ പറഞ്ഞത് ജൂൾസ് ആയിരുന്നു. പിൻ്റെ യൂണിറ്റ് നമ്മൾ എന്താ പറഞ്ഞത്? വാട്ട് അല്ലേ, വാട്ട് ഇൻറ്റു ടൈം. സെക്കൻഡിലാണെങ്കിൽ സെക്കൻഡ് എന്ന് പറയും. ഇനിയിപ്പോൾ അതല്ല സപ്പോസ് ടൈം അവറിലാണെന്നുണ്ടെങ്കിൽ വാട്ട് അവർ എന്ന് പറയാം. ഇനി ഇതേപോലെ തന്നെ പവർ കിലോ വാട്ടിലും ടൈം അവറിലും ആണെന്നുണ്ടെങ്കിൽ കിലോ വാട്ട് അവർ അല്ലെങ്കിൽ KWH എന്നുള്ളതായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിലോ നമ്പർ ഓഫ് യൂണിറ്റ്സ് യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. അപ്പോൾ ഈ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 കിലോ വാട്ട് അവർ ആണ്. ഓക്കെ, അതായത് 1 യൂണിറ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ 1 യൂണിറ്റ് കറണ്ട് നമ്മൾ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ വാട്ട് അവർ എനർജി കൺസ്യൂം ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ പവറിൻ്റെയും എനർജിൻ്റെയും കോൺസെപ്റ്റും അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം മനസ്സിലായില്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം. See you on next video. Thank you. Bye bye.